SITയുടെ ഉത്തരവാദിത്തം ഇനി 3-4 പേരിലേക്ക് അറസ്റ്റ് നീങ്ങണം. അടിയന്തരമായിട്ട് ഗവൺമെന്റ് മുഖം നോക്കാതെ, രാഷ്ട്രീയ പിന്തുണ നോക്കാതെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക സെക്യൂരിറ്റി ഓഫീസറെ ഒരു DIG റാങ്കോ IG റാങ്കിലായാലും കുഴപ്പമില്ല, വേണം. അവിടുത്തെ ശബരിമല അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമവും വരെ നടക്കും. അതുകൊണ്ട് അത് തടയണം. കാരണം അവർ വെളിയിൽ നിൽക്കുന്ന ശബരിമലയെ പല രീതിയിലുള്ള ശല്യങ്ങൾ എവിഡൻസ് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കും. SIT സംഘം അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇനി 3-4 പേരെ അവർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടു, അതിലപ്പുറത്തോട്ട് വരില്ല. അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. കാരണം ഇവർ വെളിയിൽ നിൽക്കുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. കാരണം ശബരിമലയിലെ ആ വിജയ മല്യയുടെ ഒരു മകസറിന്റെ കോപ്പി അത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് SIT വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് SIT വന്ന ശേഷമാണ് പലതും മാറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം തെളിവ് നശിപ്പിക്കാനുള്ള കൂട്ടു നിൽക്കുകയാണ്. ഇപ്പം തന്നെ 2 സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി എന്നുള്ള വാർത്തകളും വെളിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെന്റ് മുഖം നോക്കാതെ, രാഷ്ട്രീയ പിന്തുണ നോക്കാതെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക സെക്യൂരിറ്റി ഓഫീസറെ ഒരു DIG റാങ്കോ IG റാങ്കിലായാലും കുഴപ്പമില്ല, വേണം. കാരണം ശബരിമലയുടെ സ്വത്ത് ഇനിയെങ്കിലും അവിടുത്തെ ശബരിമല അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമവും വരെ നടക്കും. അതുകൊണ്ട് അത് തടയണം. കാരണം എത്രയോ ലക്ഷം ആൾക്കാർ വന്നു പോകുന്നതാണ്. കേരളത്തിലെ 1250 ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് പണം കൊടുക്കുന്നതിലെ ശബരിമല അയ്യപ്പന്റെ അവിടെ നിക്ഷേപിക്കുന്ന പണം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം. എത്രയോ കുടുംബങ്ങൾ അയ്യപ്പന്റെ അവിടുത്തെ വരവിലെ പണം ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൽ കഴിയുന്നത്. അതിന് വിഘാതം ഉണ്ടാകാൻ പാടില്ല. ഇനിയും ധാരാളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരും. പ്രൈവറ്റായ ധാരാളം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതൊക്കെ പുരാതന കാലം മുതലുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിനൊന്നും ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നിട്ടില്ല. പക്ഷെ അത് എത്രയുണ്ടെന്നും അത് കൃത്യമായി കണ്ടെത്തിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം. കാരണം വിലമതിക്കാത്ത പുരാതനമായ ബിംബങ്ങള്, സ്റ്റാച്ചുകള്, അതുപോലെയുള്ള ദേവസ്വം ഈ അമ്പലങ്ങളിൽ സൂക്ഷിക്കുന്ന പുരാതന സാധനങ്ങൾ ചെമ്പായിട്ടും അതുപോലെ സ്വർണമായിട്ടും വെള്ളിയായിട്ടും ഒക്കെ അവിടെ ഉണ്ട്. ചെറുതും വലുതുമായ ധാരാളം. അവയുടെ കണക്കുകൾ വേണം. അത് കൃത്യമായി പരിരക്ഷിക്കപ്പെടണം. ഇന്ത്യയുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുമുള്ള അമ്പലങ്ങളും പ്രൈവറ്റ് അമ്പലങ്ങളും കുടുംബ അമ്പലങ്ങളും ഒക്കെ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വലിയ അമൂല്യ നിധികളാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഇന്ത്യയുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് സംരക്ഷിക്കപ്പെടണം. ജാതി മതം നോക്കാതെ സംരക്ഷിക്കപ്പെട്ടേ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം തന്നെ ശബരിമലയിലെ നമ്മൾ ആലോചിക്കണം. അവിടുത്തെ 4 പഞ്ചലോക വിഗ്രഹത്തിന്റെ കണക്കൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ ഇപ്പം വെളിയിൽ അടിച്ചുകൊണ്ട് പോയെന്ന് കണ്ടപ്പോഴാണ് ശബരിമലയിലെ ഇതുപോലെയുള്ള എത്ര വിഗ്രഹങ്ങളുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ തലയിലോട്ട് കയറി വരുന്നത്. മൂല വിഗ്രഹത്തിലെ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കട്ടെ. ഉപദേവതാ വിഗ്രഹങ്ങൾ ധാരാളം അവിടെയുണ്ട്. താഴികക്കുടങ്ങളുണ്ട്. സ്വർണത്തിൻ്റെയാണ് താഴികക്കുടങ്ങൾ. വെള്ളി, പിത്തള, ഓട് പാത്രങ്ങൾ ലക്ഷക്കണക്കിനുണ്ടാവും. ഇതൊക്കെ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു, ആര് സൂക്ഷിക്കുന്നതിനൊക്കെ കണക്കുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശബരിമലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ അടിയന്തരമായിട്ട് സെക്യൂരിറ്റി അത് ഗവൺമെന്റ്, മുഖ്യമന്ത്രി അത് കരുതണം. DGP അത് ശ്രദ്ധിക്കണം. അടിയന്തരമായിട്ട് ഒരു സെക്യൂരിറ്റി വിങ് അവിടെ വന്നിരിക്കണം. ഇനിയെങ്കിലും ഇത് നമുക്ക് തടയണം. അതൊരു DIG റാങ്കിലോ IG റാങ്കിലോ ആയാലും കുഴപ്പമില്ല. ശബരിമലയിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റളവിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ അത് പരിരക്ഷിക്കപ്പെടണം. കാരണം പമ്പയിൽ നിന്ന് ശബരിമലയെ കയറി എത്താൻ 5 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ 5 കിലോമീറ്റർ ഫോറസ്റ്റിന്റെ കയ്യിലാണെങ്കിലും ശരി, അവിടെ ഫോറസ്റ്റുമായിട്ട് യോജിച്ച് ഫെൻസിങ് തയ്യാറാക്കി അത്രയോ സ്ഥലം നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അതൊരു IPS ഓഫീസർ, DIGയോ IGയുടെ റാങ്കിലുള്ളതായിരിക്കണം. ശബരിമലയിൽ ആവശ്യമുള്ള സ്ട്രെങ്ത് ഡ്യൂട്ടിക്ക് പോകുന്നവരല്ല ഞാൻ പറയുന്നത്, പെർമനന്റ് ആയിട്ട് അത് സംരക്ഷിക്കാൻ. കേരളത്തിലെ ഏറ്റവും മൂല്യമായ ഒരു അമ്പലമാണ്. അതുകൊണ്ട് നമുക്കത് സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് അതിനല്ല അവിടുത്തെ സംരക്ഷിക്കപ്പെടുന്നത് വെറുതെ പണം ചിലവൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെയൊക്കെ പണം അവിടെ ധാരാളം വന്നു വീഴുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് പരിരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി വിങ് അടിയന്തരമായിട്ട് ശബരിമലയിൽ വേണം. കാരണം തെളിവുകൾ പലതും നശിച്ചു പോവുകയാണ്. ഏതായാലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് SIT പോകണം. ഇപ്പം അടുത്ത ദിവസം ശങ്കരദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരും അറസ്റ്റിലേക്ക് പോയല്ലേ പറ്റുള്ളൂ.
അവരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി 3-4 പേരിലും കൂടെ അന്വേഷണം തീരും. അതിന്റെ മുകളിലോട്ട് ഹയർ ആയിട്ടുള്ള ആൾക്കാർക്ക് പങ്കുണ്ടോ ഇല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ഉടനെ നടപ്പാക്കണം. കാരണം ഇത് അടിയന്തരമായിട്ട് തീർക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ അവരെ അറസ്റ്റ് ഉൾപ്പെടുത്തി അവർ ജാമ്യത്തിൽ നിന്നോട്ടെ, അവരുടെ വഴിക്ക് ജാമ്യം എടുക്കുകയോ അല്ലെങ്കിൽ കേസിൽ നിന്ന് ഊരിപ്പോകാനൊക്കെ അവർ ശ്രമിച്ചോട്ടെ. SITയുടെ ഉത്തരവാദിത്തം ഇനി 3-4 പേരിലേക്ക് അറസ്റ്റ് നീങ്ങണം. അത് അടിയന്തരമായിട്ട് നീക്കണം. ശങ്കർദാസിനെയും വിജയദാസിനെയും കഴിഞ്ഞാൽ ഇനി ഒരു 4 പേരുടെ അറസ്റ്റോട് കൂടി ഇതിന്റെ അന്വേഷണത്തിലെ ഒരു ലെവലിലെത്തും. തൊണ്ടി സാധനം കിട്ടി ഇനി കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. വിദേശത്ത് പോയതൊക്കെ വർഷക്കണക്കിനും വർഷക്കണങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടാൻ കഴിയുള്ളൂ. അത് നമുക്ക് വളരെ റിമോട്ട് ചാൻസുകളാണ് ഇപ്പം. അതുകൊണ്ട് ഇപ്പോഴത്തെ കേസിന്റെ അന്വേഷണം അടിയന്തരമായിട്ട് തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 3-4 പേരുടെ അറസ്റ്റ് സംശയം SITക്ക് ഉണ്ടെങ്കിൽ ആ സംശയം നിവൃത്തിക്കാട്ട് അവരെ അറസ്റ്റ് ചെയ്യണം. കാരണം അവർ വെളിയിൽ നിൽക്കുന്നത് ശബരിമല പല രീതിയിലുള്ള ശല്യങ്ങൾ എവിഡൻസ് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ 3-4 പേര് അവർ സംശയിക്കുന്ന 4 പേരെ ഏറ്റവും ഉന്നതരായാലും ശരി അറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് രാഷ്ട്രീയപരമായി ഇത് മുതലെടുക്കാൻ ആരെ അനുവദിക്കാതെ SIT ശ്രദ്ധിക്കണം. ഹൈക്കോടതി അത് തന്നെയാണ് കാക്ഷിക്കുന്നത്. ഹൈക്കോടതി അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.